മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക. ഓരോ ജീവിതങ്ങളിലും ദൈവകൃപ നിറയപ്പെടുമ്പോൾ ആ ഒരു കൃപയിൽ നിന്നും സ്വീകരിക്കുന്ന നന്മ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതാണ് ഫലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മുടെ മാത്രം വളർച്ചയ്ക്കുള്ളതല്ല എന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് അവരന് കൂടി പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുകയും അത് നമ്മൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ദൈവവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് നമ്മൾക്ക് സംഭവിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും അവരോട് പ്രവർത്തിക്കുകയും എന്നുള്ള ദൈവവചനം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതങ്ങളിലേക്ക് ദൈവം തരുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരായി, കൂടുതൽ ദൈവകൃപകൾ കൊണ്ട് നിറയുന്നവരായി നമുക്ക് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നന്മകളും മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അത് പ്രാർത്ഥനാ ജീവിതമായിക്കോട്ടെ, സാമ്പത്തികമായ മേഖലകളിലൂടെ ആയിക്കോട്ടെ, സഹനത്തിൻ്റെ വഴികളിലൂടെ ആയിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലായിരിക്കോട്ടെ, രോഗി സന്ദർശനത്തിലൂടെയും ഒക്കെ നമുക്ക് മറ്റുള്ളവരുമായി ജീവിതം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ആ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫലം കൊണ്ട് ഓരോ വ്യക്തിയെയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നന്മയായി തീരുമ്പോൾ നമ്മൾ